ഡൽഹിയിൽ സൈനിക മേധാവികളും പ്രതിരോധ മന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നു. വാർത്താ സമ്മേളനത്തിന് മുന്നോടിയായാണ് കൂടിക്കാഴ്ച. 3 സേനാ മേധാവിമാരും പ്രതിരോധ മന്ത്രാലയത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. ശ്രീജിത്ത് ബാലകൃഷ്ണൻ. ശ്രീജിത്ത്, നിർണായകമായ കൂടിക്കാഴ്ചകൾ നടക്കുകയാണ്. വിവരങ്ങൾ. എത്ര മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് മന്ത്രിമാർ? അതിന് മുന്നോടിയായിട്ട് സ്വാഭാവികമായും മന്ത്രിമാർക്ക് വിശദീകരിക്കേണ്ട കാര്യങ്ങൾ സൈന്യവുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമായിരിക്കും മന്ത്രിമാർക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുക. സർക്കാരിൻ്റെ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് സൈന്യത്തിൻ്റെ കാര്യങ്ങൾ കൂടി അറിഞ്ഞിരുന്ന ശേഷമായിരിക്കുമല്ലോ കാര്യങ്ങൾ. കാരണം ഇന്ന് രാവിലെ മുതൽ, ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ മുഴുവൻ നമുക്കറിയാം. ഇന്ന് രാവിലെ മുതൽ അതിനേക്കാൾ ഭീകരമായിട്ടാണ് കാര്യങ്ങൾ പാക് സൈന്യം കൈകാര്യം ചെയ്യുന്നത്. തുടർച്ചയായിട്ടുള്ള ആക്രമണത്തിനപ്പുറത്തേക്ക്, ഡ്രോൺ ആക്രമണത്തിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ അതിർത്തി കടന്ന് പോർ വിമാനങ്ങൾ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതുമാത്രമല്ല, കുറച്ചും കൂടി കാര്യങ്ങൾ സീരിയസ് ആവുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളെയും ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യ കൂടുതൽ യുദ്ധത്തിലേക്ക് പോകുന്നില്ല എങ്കിൽ പോലും ഒരു യുദ്ധസന്നാഹം ഉണ്ടാകുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനായിട്ട് ഇന്ത്യയുടെ സാങ്കേതിക സംവിധാനങ്ങളെ ഉറപ്പിക്കാനായിട്ട് അതും ആ രൂപത്തിലുള്ള യോഗങ്ങൾ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെയൊക്കെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള യോഗങ്ങൾ നടക്കുകയാണ്. ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടി ഉണ്ടായാലും അത് വലിയ രൂപത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സാധാരണഗതിയിലുള്ളൊരു വ്യോമാക്രമണത്തിനപ്പുറത്തേക്ക് കരകടന്നും കരയും കടലും ഉപയോഗിച്ചുള്ള ആക്രമണത്തിലേക്കൊക്കെ പാകിസ്ഥാൻ നീങ്ങുകയാണെങ്കിൽ അതിനെ നേരിടാൻ എല്ലാ സന്നാഹങ്ങളും ഒരുക്കേണ്ടത്. ഇതുവരെ നിലവിൽ ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെ സേഫാണ്, നമുക്കറിയാം, സജ്ജമാണ്, പൂർണ്ണതോതിൽ സജ്ജമാണ്. അതിനെ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാനായിരിക്കണം ഇത്തരം യോഗങ്ങൾ നടക്കുന്നത്. ആ യോഗങ്ങളുടെ വിശദാംശങ്ങൾ മന്ത്രിമാർക്ക് സർക്കാരിന് അറിയേണ്ടതുകൊണ്ട് സർക്കാർ ഒരുപക്ഷെ അത് ജനങ്ങളോട് വിശദീകരിച്ചേക്കും. എന്തായാലും ഈ യോഗങ്ങൾ വളരെ നിർണായകമാണ്. അതിനപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങളുള്ളത്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഈ ആക്രമണങ്ങൾ തുടരുമ്പോഴും പാകിസ്ഥാൻ വ്യാജ വാർത്തകൾ നൽകുന്നത്, അല്ലെങ്കിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നത് വീണ്ടും തുടരുകയാണ്. ഇന്ത്യയുടെ ഒരു വനിതാ പൈലറ്റിനെ പിടിച്ചു എന്നൊരു വാർത്ത രാവിലെ പാകിസ്ഥാൻ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ്റെ പത്രങ്ങൾ കടന്ന് ചൈനീസ് മാധ്യമങ്ങൾ വഴി, ചൈനീസ് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് മാധ്യമങ്ങളല്ല, ചൈനയിൽ നിന്ന് വരുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ, സിൻഹുവ ഒഴികെയുള്ള ഔദ്യോഗിക മാധ്യമമല്ല, സിൻഹുവ ഒഴികെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളും ട്വിറ്റർ പേജുകളൊക്കെ അടക്കം, ചൈനീസ് ട്വിറ്ററൊക്കെ അടക്കം വലിയ രൂപത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിലൊന്നായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ വനിതാ പൈലറ്റിനെ പാകിസ്ഥാൻ പിടിച്ചു എന്നൊരു വാർത്ത. അത് വ്യാജമാണ്. വീണ്ടും ഒരു പാകിസ്ഥാൻ മിസൈൽ കൂടി കണ്ടെത്തിയിരിക്കുന്നു. ശ്രീജിത്ത്, രാജസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും പാക് മിസൈലുകൾ കണ്ടെത്തിയെന്ന വാർത്തകൾ വരുന്നു. ജയ്സാൽമറിലെ പോഖ്രാൻ പ്രദേശത്തും ബലോട്രയിലെ ഡിഗ്ഗ ഗ്രാമത്തിലുമാണ് മിസൈൽ കണ്ടെത്തിയെന്ന വിവരങ്ങൾ വരുന്നു. ജയ്സാൽമീറിലാണ്. ഇന്നലെ പൂർണ്ണമായും ജയ്സാൽമീറും അമൃത്സറും കേന്ദ്രീകരിച്ചായിരുന്നു. അതുമാത്രമല്ല, ഇന്ന് ബത്തിൻ്റെ അതായത് പഞ്ചാബ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഈ 8 മണിയിൽ വളരെ വിശദമായി പഞ്ചാബിനെയാണ് ഒരുപക്ഷെ പാകിസ്ഥാൻ കുറച്ചും കൂടി ശ്രീനഗറിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനൊക്കെ ഇന്ത്യൻ സൈന്യം അതിർത്തി കടന്നു വരുന്നതിനെല്ലാം ഇന്ത്യൻ സൈന്യം നേരിടുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്, തടയുന്നുണ്ട്, തകർക്കുന്നുണ്ട്. പാകിസ്ഥാൻ എന്ത് തൊടുത്തുവിട്ടാലും ജമ്മു കാശ്മീരിൽ, അതായത് കാശ്മീരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മേഖലയിലും സൈന്യം പൂർണ്ണമായും, കര വ്യോമസേനകൾ പൂർണ്ണമായും സജ്ജമായതിനാൽ ഇപ്പോൾ ജമ്മു കാശ്മീർ വിട്ട് പഞ്ചാബിലേക്കും രാജസ്ഥാനിലേക്കും അതിനുശേഷം ഗുജറാത്തിലേക്കുമാണ് ഇപ്പോൾ പാക് സൈന്യത്തിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ രാജസ്ഥാനും പഞ്ചാബും വളരെ നിർണായകമാണ്. പഞ്ചാബിലെ അമൃത്സറിലും രാജസ്ഥാനിലെ ജയ്സാൽമീറിലും വളരെ രൂക്ഷമായ രീതിയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ മിസൈൽ കൂടി തൊടുക്കുന്നു എന്നറിയുമ്പോൾ ഒരുപക്ഷെ പാകിസ്ഥാൻ നടത്തുന്നത് വളരെ ഗുരുതരമായ വലിയ പ്രത്യാഘാതങ്ങൾ, തിരിച്ചടികൾ നേരിടേണ്ടി വരുന്ന സാഹചര്യമായിരിക്കും. കാരണം ശ്രീനഗറിൽ ഉണ്ടാകുന്നതിനൊക്കെ തിരിച്ചടി അപ്പോൾ നൽകുന്നുണ്ട്. ആ തിരിച്ചടിയൊക്കെ വളരെ പ്രകടമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റാവൽപിണ്ടിയിലേക്കും സിയാൽകോട്ടിലേക്കും ഒക്കെ ഇന്ത്യയുടെ ആക്രമണം എത്തുന്നുണ്ട്. ഇനി ഒരു പക്ഷേ രാജസ്ഥാനിലേക്കോ പഞ്ചാബിലേക്കോ ആണെങ്കിൽ കറാച്ചിയിലേക്കും ലാഹോറിലേക്കും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആക്രമണം ഉണ്ടായേക്കാം. അതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. ഈ 4 പ്രദേശങ്ങളിൽ റാവൽപിണ്ടിയും സിയാൽകോട്ടും കറാച്ചിയും പെഷവാറും അടക്കമുള്ള മേഖലകളിലേക്ക് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യ തിരിച്ചടി നൽകുകയാണ്. അത് ഇത്തരത്തിൽ മിസൈൽ ആക്രമണം ഉണ്ടാകുമ്പോൾ, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ തൊടുക്കുമ്പോൾ അതിനുള്ള ഇന്ത്യയുടെ മറുപടിയാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത് എന്ന് അത് പാകിസ്ഥാൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. പക്ഷേ എന്നാൽ പോലും പാകിസ്ഥാൻ ഇത് തൊടുക്കുന്നത് തുടരുകയാണ്. ഇത് ജനവാസ മേഖലയിൽ വന്ന് പതിക്കുന്നുണ്ട്. പലതിലും ഏതാണ്ട് ഒരു 100% 100% എന്ന് പറയേണ്ടി വരും, 100% ഇന്ത്യൻ സൈന്യം ഇതിനെയൊക്കെ നിർവീര്യമാക്കുന്നുണ്ട്. അതൊരു സൈന്യത്തിൽ ഇതൊരു പക്ഷേ നമ്മൾ കാണേണ്ടത് പാകിസ്ഥാനെ പൂർണ്ണമായും പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും പാകിസ്ഥാൻ തൊടുക്കുന്നതിനെ നിർവീര്യമാക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വിജയമായിട്ടാണ് ഇതിനെ കാണാൻ, സൈന്യത്തിന് അഭിമാനത്തോടെ കാണാവുന്നൊരു കാര്യമാണ്. പാകിസ്ഥാനെ ഒരു തരത്തിലും നിലം തൊടാൻ, ഇന്ത്യയുടെ മണ്ണിൽ ഈ ആക്രമണം നേരിട്ട് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പതിക്കാതിരിക്കാൻ ഇന്ത്യൻ സൈന്യം നിർണായകമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ഇതൊക്കെ നിർവീര്യമാക്കി വരുന്നതാണ്, അല്ലാതെ നേരിട്ട് വന്ന് പതിക്കുന്നതല്ല. ഇതിനെല്ലാം നിർവീര്യമാക്കി ഭൂമിയിൽ വീഴുന്നതാണ്. അത് വീണിട്ടും ആളുകൾക്ക് പരിക്കേൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നലെ ഒരു സ്ത്രീക്ക് പരിക്കേറ്റത് ഫിറോസ്പൂരിൽ, പഞ്ചാബിൽ. അത് ജയ്സാൽമീറിലേക്കും ഗുജറാത്തിലേക്കും വരുന്നു എന്നുള്ളത് ശരിക്കും നമ്മളെ സംബന്ധിച്ചൊരു ആശങ്കയുള്ള കാര്യമാണ്. കാരണം
ഇതുവരെ ഗുജറാത്തിലേക്കും രാജസ്ഥാനിലേക്കും ഒന്നും ഈ നേർക്കുനേർ ആക്രമണത്തിന് പാകിസ്ഥാൻ മുതിർന്നിരുന്നില്ല. കാരണം പാകിസ്ഥാൻ്റെ അതിർത്തിയാണെങ്കിൽ പോലും ഒരുപക്ഷെ അതൊരു വളരെ പ്രകടമായ അല്ലെങ്കിൽ ഒരു വനമേഖലയോ അല്ലെങ്കിൽ കശ്മീർ പോലെ ദുർഘടമായ മേഖലയോ ഒന്നുമല്ല. ഒരു വളരെ തെളിഞ്ഞ അന്തരീക്ഷമുള്ള അല്ലെങ്കിൽ പ്രകടമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയുന്ന പ്രദേശമാണ്, മേഖലയാണ്, അതിർത്തിയാണ്. ആ മേഖലയിൽ പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തുന്നു എന്നുള്ളത് ജനവാസ മേഖലയിലേക്ക് നടത്തുന്നുള്ളത് ഏതാണ്ട് ഒരു യുദ്ധപ്രഖ്യാപനം പോലെയാണ് ഇന്ത്യ കാണുന്നത്. ഇന്ത്യയുടെ തിരിച്ചടിയും ആ രൂപത്തിൽ തന്നെയായിരിക്കും. എന്തായാലും പാകിസ്ഥാൻ എല്ലാ അർത്ഥത്തിലും നയതന്ത്ര തലത്തിൽ ശ്രമിക്കാവുന്നതിന് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ അതിർത്തിയിലെ സാഹചര്യം നോക്കിയാൽ ഇപ്പോഴും ഷെല്ലിംഗ് തുടരുകയാണോ? ഡ്രോൺ ആക്രമണങ്ങൾ ഇപ്പോഴും ഉണ്ടോ? എവിടെയൊക്കെയാണ് ഇപ്പോൾ റെഡ് അലേർട്ട്? എവിടെയൊക്കെയാണ് ബ്ലാക്ക് ഔട്ട് ഉണ്ടോ? എന്താണ് അതിർത്തികളിലെ ഒരു സാഹചര്യം? ജമ്മു കാശ്മീർ പൂർണ്ണമായും ഇപ്പോൾ ഈ ഷെല്ലാക്രമണം ജമ്മു കാശ്മീരിൽ അവസാനിച്ചില്ല. ജമ്മു കാശ്മീരിൽ നമുക്ക് എടുത്തു പറഞ്ഞാൽ കുപ്വാര, രജൌരി, പൂഞ്ച്, ബാരാമുള്ള, ഉറി, ഉധംപൂർ, ജമ്മു മേഖലയിൽ ഈ മേഖലകളിലെല്ലാം പൂർണ്ണമായും ഷെല്ലാക്രമണം കഴിയാവുന്നിടത്തോളം പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. പക്ഷേ അതിലെല്ലാം പ്രതിരോധിക്കുന്നുണ്ട്. ഷെല്ലിനപ്പുറത്തേക്ക് ഡ്രോണിനാണ് പാകിസ്ഥാൻ്റെ ഒരു ശ്രമം. അതിനപ്പുറത്തേക്ക് ജമ്മു കാശ്മീരിൽ മാത്രമല്ല ശ്രീനഗറിൽ ഈ കുപ്വാരയും രജൌരിയും പൂഞ്ചും ബാരാമുള്ളയും ഉറിയും ഉധംപൂരും ജമ്മുവും ഒഴികെ ശ്രീനഗറിലേക്ക് പാകിസ്ഥാൻ്റെ 2 പോർ വിമാനങ്ങൾ വന്ന കാര്യമാണ് രാവിലെ 9 മണിക്ക് നമ്മൾ ആദ്യം അക്കാര്യം പറയുന്നത്. അതിനുശേഷമാണ് ഈ മേഖലകളിൽ തുടർച്ചയായ ഡ്രോൺ ആക്രമണം. ഈ ഉധംപൂരിലും ഉറിയിലും ബാരാമുള്ളയിലുമൊക്കെ വീടുകൾ തകരുന്ന അന്തരീക്ഷം. അതായത് ഈ തൊടുക്കുന്ന ഡ്രോണുകൾ ഇന്ത്യ നിർവീര്യമാക്കുമ്പോൾ അത് പതിച്ചുണ്ടാകുന്ന അപകടത്തിൽ വീടുകൾ, ആ മേഖലയിലാണ് നേരത്തെ ഒമർ അബ്ദുള്ള സന്ദർശനം നടത്തിയത്. അതൊരു പക്ഷേ വലിയ കാര്യം തന്നെയാണ്.